ഹായ് എവ്രിവൺ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നത്തെ പറ്റി പറയാം. എന്താണ്? മുഖക്കുരു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ ഈ മുഖക്കുരു എന്നുള്ളത്. ഇപ്പോഴും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാനിങ്ങനെ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സെറത്തെ പറ്റി ആലോചിച്ചതൊന്ന് വാങ്ങിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാനിതിപ്പോൾ കാണിക്കാനായിട്ട് ബെയർ ഫേസിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, ഞാൻ ഒന്നും തന്നെ ഇട്ടിട്ടില്ല, ബെയർ ഫേസാണ്. ഇതുപോലെ എനിക്ക് ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഇങ്ങനെ ഫോർഹെഡിൻ്റെ അവിടെയുണ്ട്. ഇപ്പോൾ ഒരു പോപ്പപ്പ് ചെയ്ത പുതിയൊരു പിമ്പിളും ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും തന്നെ എനിക്ക് കുറഞ്ഞത് ഈ ഒരു സെറം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതാണ് സെറം, കണ്ടോ, പ്ലമ്മിൻ്റെ ഫേസ് സെറമാണ്. ഓക്കെ, ഇതിൽ എഴുതിയിരിക്കുന്നത് ക്ലിയേഴ്സ് ബ്ലെമിഷൻസ്, ഇംപ്രൂവ് സ്കിൻ ടെക്സ്ചർ വിത്ത് റൈസ് വാട്ടർ ആൻഡ് അമിനോ ആസിഡ് കോംപ്ലക്സ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. ഗുഡ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് നിയാസിനമൈഡാണ് വരുന്നത്. നിയാസിനമൈഡ് നമ്മളുടെ പിമ്പിൾസൊക്കെ കളയാനും പിന്നെ നമുക്ക് അത് കാരണം വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് ഫീഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന അതുപോലെ തന്നെ പോർസ് ഒക്കെ മിനിമൈസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു എലമെൻ്റാണ് നിയാസിനമൈഡ്. അതിൻ്റെ പാക്കേജിങ് വന്നത്, അപ്പോൾ നിങ്ങൾക്കിത് കണ്ടറിയാൻ പറ്റും ഞാൻ എന്തോരം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. കണ്ടോ, ഇത്രയും കൂടി ഉള്ളൂ കേട്ടോ ബാക്കി. അപ്പോൾ ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് യൂസ് ചെയ്തിട്ട് തന്നെ ഫേസ് നല്ല ബ്രൈറ്റ് ആവുകയും അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ അത്യാവശ്യം നല്ലോണം റിഡ്യൂസ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടൊരു റിസൾട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. അങ്ങനെ ഭയങ്കര ഓയിലി ഫീലിംഗ് ഒന്നും അങ്ങനെ ഇല്ല. ഭയങ്കര നല്ലതായിട്ട് സ്കിന്നിലിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഇരുന്നോളും എന്ന് വെച്ചാൽ അബ്സോർബായി നമുക്കൊരു ഡിസ്കംഫേർട്ട് ഉണ്ടാവില്ല. നെക്സ്റ്റ് ഡേ ഞാനിത് നൈറ്റാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് ശരിക്കും മോർണിംഗിലും നൈറ്റിലും യൂസ് ചെയ്യാം, പക്ഷെ ഞാനിത് നൈറ്റിലാണ് യൂസ് ചെയ്യാറുണ്ടായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മോർണിംഗിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, എന്നാലും ഞാൻ നൈറ്റിലാണ് യൂസ് ചെയ്തിരുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് ആണല്ലോ, നമ്മളൊരു ബിഗിനർ ആയതുകൊണ്ട് ഞാൻ നൈറ്റിലാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്തിട്ട് ഭയങ്കര നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. ഇത് എന്താ പറയുക, മുഖക്കുരു കൊണ്ട് ഭയങ്കരമായിട്ട് അതിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഒന്നും പോവാണ്ട് ഭയങ്കര വേഴ്സായിട്ടുള്ള ഒരു അവസ്ഥയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു മീഡിയം റേഞ്ച്, അതായത് ഒരു കുരുവൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ പിമ്പിൾസും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്താൽ ഭയങ്കര നല്ലതായിരിക്കും. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്. ഇത് ബെസ്റ്റാണ്, ഇത് പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ. അത്രയേ ഉള്ളൂ എനിക്ക് ഈ സ്ഥലത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ റിസൾട്ടാണ് ഉണ്ടായത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ.